ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബനാന കൊണ്ടുള്ള 2 തരം ഇഫ്താർ സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കാഷ്യൂ നട്ട്സ് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 2-3 മിനിറ്റ് ഇത് മിക്സ് ചെയ്തപ്പോഴേക്കും നമ്മുടെ പഴവും തേങ്ങയും പഞ്ചസാരയും ഒക്കെ എല്ലാം കൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഒരു ജാറിലേക്ക് ഒരു 4 കഷ്ണം ബ്രെഡ് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതേ ജാറിലേക്ക് തന്നെ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഗ്രാംസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഷുഗർ ചേർക്കുമ്പോൾ നമ്മൾ പഴത്തിലും ചേർത്തതാണ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിന്റെ മേലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് സിമ്മർ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പം ഇത് കുക്കായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടാമത്തെ ഇഫ്താർ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുള്ള നോൺസ്റ്റിക്കിന്റെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽട്ടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ കിസ്മിസും കാഷ്യൂ നട്ട്സും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായ പൊടിച്ചതും ആവശ്യത്തിന് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ തേങ്ങയിൽ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് വരെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പഴമൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരണം. അപ്പൊ ഇത് ഏകദേശം നമ്മുടെ പഴം നല്ലപോലെ ഒന്ന് കുക്കായി വന്ന് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് 1 മിനിറ്റും കൂടെ ഒന്ന് സിമ്മർ ഫ്ലെയിമിൽ ഇട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ചൂടാറിയതിനു ശേഷം ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഇതേപോലെ ഒന്ന് ബോളാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ഗ്രാംസിലൊന്ന് കോട്ട് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ബോളും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബനാന ബോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോ ബോളും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഇഫ്താറിന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 സ്നാക്കാണ് ബനാന ബോളും റെഡ് ബനാന പോളയും. അപ്പൊ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.